നമസ്കാരം. കേരളത്തെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ പുറത്തു വന്ന സമയത്ത് ഏറ്റവും ശ്രദ്ധേയമായി മാറിയത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചത് തന്നെയാണ്. ഇത് വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് BJP ദേശീയ നേതൃത്വവും കരുതുന്നത്. രാജീവ് ചന്ദ്രശേഖരനെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി നിയോഗിക്കാൻ എടുത്ത തീരുമാനം ഏറ്റവും ഉചിതമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ ഒരു വിജയവും. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് നമ്മൾ അദ്ദേഹം BJPയിൽ ഒരുപാട് വർഷം പ്രവർത്തിച്ച് പരിചയമുള്ള ഒരാളല്ല. അദ്ദേഹം BJPയിലേക്ക് എത്തിയിട്ട് വളരെ കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും ഒരു മികച്ച പ്രൊഫഷണൽ എന്നുള്ള നിലയിൽ, ഒരു നല്ല വ്യവസായി എന്നുള്ള നിലയിൽ, അതുപോലെ ഒരു നല്ല ടെക്നോക്രാറ്റ് എന്നുള്ള നിലയിൽ ആധുനിക കാലത്ത് എങ്ങനെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി തന്നെയാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് ഫലം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ BJPക്കാരനെന്ന് പറയുമ്പോൾ അടുത്ത തവണ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റുമൊക്കെ കേരളത്തിലെത്തുമ്പോൾ അവരെ സ്വീകരിക്കാനെത്തുന്നത് BJPക്കാരനായ മേയറായിരിക്കും എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും അഭിമാനകരമായ ഒരു നേട്ടമാണ്. എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു വിജയം നേടിയെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പ്രൊഫഷണലിസം തന്നെയാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറയേണ്ടി വരും. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വരുന്ന പല നിയമസഭാ മണ്ഡലങ്ങളിലും അവിടെയൊക്കെ തന്നെ BJPക്ക് വലിയ തോതിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും രാജീവ് ചന്ദ്രശേഖറിൻ്റെ തന്ത്രപരമായൊരു ബുദ്ധി തന്നെയാണ്. ഈ സീറ്റുകളിൽ മത്സരിക്കാൻ സാധ്യതയുള്ള താല്പര്യമുള്ള BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ആ മേഖലയുടെ ചുമതല അദ്ദേഹം ഏൽപ്പിക്കുകയായിരുന്നു. ഇവിടെ നല്ല രീതിയിൽ വിജയം നേടാൻ കഴിഞ്ഞാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് തങ്ങൾക്കും ഈ ഒരു തുടർച്ച ഉണ്ടാകും എന്നുള്ള ഉറപ്പ് ഇതോടുകൂടി ഈ നേതാക്കന്മാർക്ക് ലഭിക്കുകയും അവരങ്ങനെ വളരെ കൃത്യതയോടുകൂടി തന്നെ ഈ വാർഡുകൾ കേന്ദ്രീകരിച്ച്, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്കുള്ളിൽ വരുന്ന 5 നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും BJPക്ക് വ്യക്തമായ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള കോർപ്പറേഷനിലൊന്നാണ്. പക്ഷേ അവിടെ BJP രൂപീകരിച്ചിട്ട് ഇപ്പോൾ 45 വർഷമാകുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും അവർക്ക് അവിടെ ഭരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ തവണ BJP ഭരിക്കുമെന്നൊക്കെയാണ് അവർ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പോലും അത് സാധിച്ചിരുന്നില്ല. പക്ഷേ എന്നാൽ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ രാഷ്ട്രീയത്തിലെ സ്ഥിരം മോഹങ്ങളെ ഒഴിവാക്കി, അല്ലെങ്കിൽ സ്ഥിരം അവർ അവലംബിക്കുന്ന രീതികളൊക്കെ ഒഴിവാക്കി വളരെ പ്രൊഫഷണലായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, രാജീവ് ചന്ദ്രശേഖർ ദിവസവും വാർത്താസമ്മേളനം നടത്തി വെറുതെ ഉള്ളതിനും ഇല്ലാത്തതിനും പത്രസമ്മേളനം നടത്തുന്ന ഒരാളായിരുന്നില്ല. കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് മാത്രം അദ്ദേഹം അറിയിക്കും. അതല്ലെങ്കിൽ സഹഭാരവാഹികളോട് കാര്യം വാർത്താസമ്മേളനം നടത്തി പറയാൻ അദ്ദേഹം നിർദ്ദേശിക്കുമായിരുന്നു. അതുപോലെ ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ദിവസവും ഇറങ്ങി നിന്ന് പുരപ്പുറത്ത് നിന്ന് വിളിച്ചു പോകുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല. വളരെ സൈലൻ്റായി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലുടനീളം പലരും സംശയിച്ചിരുന്നത് ഇദ്ദേഹത്തിനെ കൂടെ ഒന്നും സാധിക്കുകയില്ല എന്നാണ്. എന്തിനേറെ BJPയിൽ നിന്ന് പോലും പലരും കരുതിയിരുന്നത് പെട്ടെന്ന് ഒരു പുതുമുഖമായി കേരളത്തിലേക്ക് എത്തപ്പെട്ട ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു. 45 വർഷങ്ങളായി ഇവിടെ പ്രവർത്തിച്ച നേതാക്കന്മാർക്ക് സാധിക്കാത്തത് ഇന്നലെ ഒരാൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചവർ പോലുമുണ്ട്. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന പ്രഗത്ഭനായ നല്ല ഒരു വ്യവസായ സംരംഭകൻ്റെയും അതല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരു തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ, തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുന്ന കാര്യത്തിൽ പഴയ കാലഘട്ടമല്ല പുതിയ കാലഘട്ടമെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ്. മുൻ DGP R ശ്രീലേഖ പോലെയുള്ള പ്രമുഖരായ വനിതാ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ കണ്ടെത്തി മത്സരിപ്പിക്കാൻ അവർ തീരുമാനമെടുത്തത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സാധാരണ തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥിരമായി മത്സരിക്കുന്ന കുറേ ആളുകളുണ്ടായിരുന്നു. അവർ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടിയുടെ അനുഭാവികളൊക്കെ തന്നെയായിരുന്നു. പക്ഷേ അവരുടെ കുറേ പേരെങ്കിലുമൊക്കെ ഒഴിവാക്കി ഉയർന്ന പദവികൾ അലങ്കരിച്ചിരുന്ന സംസ്ഥാനത്ത് ഭരണ നേതൃത്വത്തിലിരുന്ന ആളുകളെയൊക്കെ തന്നെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും അവരെ മത്സരിപ്പിക്കാനൊക്കെ തീരുമാനിച്ചത് ഏറ്റവും ഉചിതമായൊരു തീരുമാനം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇനി അങ്ങോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തിരുവനന്തപുരം നഗരസഭാ പരിധിക്കുള്ളിലുള്ള ഈ ഇപ്പോൾ ലീഡ് നേടിയ 5 സീറ്റുകളും നേടുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരം നഗര പരിധിക്ക് പുറത്തുള്ള കാട്ടാക്കട ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഇനി അങ്ങോട്ട് പ്രവർത്തിക്കാനായിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ BJP സംസ്ഥാന നേതൃത്വം ലക്ഷ്യമിടുക. മറ്റു ജില്ലകളിലൊക്കെ തന്നെ ഇതിന് ചുമതല നൽകി പ്രത്യേക പ്രഭാരികളെ തന്നെ വെച്ച് തങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ 35ഓളം സീറ്റുകളെ അങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവിടെയെല്ലാം തന്നെ മിടുക്കന്മാരായ BJPയുടെ അടുത്തടുത്ത് നിന്ന് പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള നേതാക്കന്മാരെ നിയോഗിക്കുക, അങ്ങനെ ആ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക. ഒരുപക്ഷെ BJP ലക്ഷ്യമിടുന്നത് ഈ അടുത്ത വർഷം നടക്കുന്ന തിരഞ്ഞെടുപ്പായിരിക്കില്ല, അതിൻ്റെ അടുത്ത പ്രാവശ്യം നടക്കുന്ന, അതായത് 2031 നടക്കുന്ന തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. കാരണം ആ ഒരു കാലഘട്ടം, ആ സമയം കൊണ്ട് തന്നെ BJPക്ക് ഇവിടെ ജയിക്കാൻ കഴിയും എന്നുള്ളൊരവസ്ഥ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതവർക്ക് വലിയൊരു നേട്ടമാകും എന്ന് രാജീവ് ചന്ദ്രശേഖരനും നന്നായിട്ട് അറിയാം. മാത്രമല്ല, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്താണ് BJPയെ തിരുവനന്തപുരത്ത് പ്രതിക്കൂട്ടിലാക്കിയ 1-2 സംഭവങ്ങളുണ്ടാകും. ഒന്ന് സിറ്റിംഗ് കൗൺസിലറുടെ ആത്മഹത്യ, മറ്റൊന്ന് ഒരു RSS പ്രവർത്തകനായിരുന്നു, BJPയുടെയൊക്കെ തന്നെ പ്രവർത്തകനായിരുന്ന ഒരാളിൻ്റെ ആത്മഹത്യ, സീറ്റ് കിട്ടാത്തതുകൊണ്ട്. അതുപോലെ തിരുവനന്തപുരത്തെ പ്രമുഖനായ BJP നേതാവായ MS കുമാർ അദ്ദേഹത്തിൻ്റെ
നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ നടത്തിയ ചില ക്രമക്കേടുകളെക്കുറിച്ചുള്ള വാർത്തകൾ ഇവയൊക്കെ തന്നെ പരിഹരിക്കാൻ കൃത്യതയോടുകൂടി അതിൻ്റെ എല്ലാം സമയാസമയം അത് പ്രശ്ന പരിഹാരം കണ്ടെത്താൻ രാജീവ് ചന്ദ്രശേഖരന് നേരിട്ട് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുകയും അവിടെയൊക്കെ തന്നെ എല്ലായിടത്തും ഓടിയെത്തി തൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുകയും തൻ്റെ സാന്നിധ്യം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മറ്റുള്ള സഹഭാരാളികളെ അയച്ച് അത് പരിഹരിക്കുകയും ചെയ്തു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ മരണങ്ങളും അല്ലെങ്കിൽ ഈ ബാങ്കുകളുടെ പ്രശ്നങ്ങളൊക്കെ കാരണം BJP പുറകോട്ട് പോകുമോ എന്ന് പലരും ആശങ്കപ്പെട്ടിരുന്നുവെങ്കിലും അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് അരങ്ങൊരുങ്ങുമ്പോൾ ഇത് വളരെ വലിയൊരു അടിത്തറയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയാണ് സിസ്റ്റമാറ്റിക്കായി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ പാർട്ടി പ്രവർത്തകർക്ക് കൃത്യമായി തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രായോഗിക തലത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ നീങ്ങിക്കഴിഞ്ഞാൽ BJPയുടെ ഭാവി ശോഭനമാണ് എന്നും അതിന് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ മിടുക്കനായ ഒരു വളരെ പ്രൊഫഷണലായ ഒരാളിൻ്റെ നേതൃത്വം ഗുണം ചെയ്യുമെന്നും BJP ദേശീയ നേതൃത്വം മനസ്സിലാക്കിയിട്ടുണ്ട്. BJPയുടെ മൂന്നാം തലമുറയിൽപ്പെട്ട പ്രമുഖരായ നേതാക്കളുടെ കൂട്ടത്തിൽ ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും ഉയർന്നു തന്നെ നിൽക്കും. കാരണം അദ്ദേഹത്തെ ഇങ്ങോട്ട് നിയോഗിച്ചവർ തന്നെ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കേരളത്തിലെ BJPയെ നയിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തിയെന്ന്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിലൂടെ അക്കാര്യം തെളിയിച്ചിട്ടുണ്ട്. ഇനിയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഒരു നില തുടരുകയാണെങ്കിൽ കേരളത്തിലെ BJPക്ക് ഇനി ഏറെ പ്രത്യാശിക്കാം.